ഞങ്ങളെക്കാൾ കൂടുതൽ ജാനകിയമ്മയെ കുറിച്ച് പറഞ്ഞു തരാൻ പറ്റുന്നത് നിങ്ങൾക്കാണ്. MG സാർ ലിവിങ് ലെജൻഡ്. കാരണം അന്യദേശക്കാരിയായിട്ടുള്ള അമ്മ മലയാളം പാടുന്ന കേട്ട് കഴിഞ്ഞാൽ മലയാളം സ്ഫുടത, അക്ഷരസ്ഫുടത മലയാളികൾക്ക് പോലും ഇല്ല. അതാണ് ഏറ്റവും വലിയൊരു അഭിമാനിക്കാൻ പറ്റുന്നൊരു പോയിന്റ്. എൻ്റെ ചേട്ടൻ്റെ കൂടെ ഞാൻ മദ്രാസിൽ പോയപ്പോൾ ഭരതേട്ടൻ്റെ പടത്തിൽ റെക്കോർഡിങ്ങിന് പോയി. നാഥാ നീ വരും കാലൊച്ച കേൾക്കുവാൻ. ആ പാട്ടിൻ്റെ റെക്കോർഡിങ് കണ്ടിട്ട് ഞാനിങ്ങനെ ആ ദിവസമൊന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയ ബുക്കും ഒരു സാധനവും വെച്ചിട്ട് ഒരു അനക്കവും ഇല്ലാതെ, കാരണം എന്തൊക്കെ സംഗതി ഉണ്ടെങ്കിലും ഒരു അനക്കവും ഇല്ലാതെ ഇങ്ങനെ മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് അസാധ്യമായിട്ട് പാടിയിട്ട് പോകണം. ആ എന്ത് പറഞ്ഞെടുക്കാൻ, അതൊക്കെ എന്താ ചിരിയും ബാക്കി ഇതെല്ലാം ഒരൊറ്റ ടേക്ക്. ഇത് കഴിഞ്ഞ് പോയപ്പം പറഞ്ഞു ഇതെൻ്റെ അനിയനാണ് എന്ന് പറഞ്ഞു. ഞാൻ നമസ്കാരം പറഞ്ഞു. പിൽക്കാലത്ത് എനിക്ക് രതിപതിയായി ഞാനരികിൽ ഋതുമതിയായി മലനിരകൾ തരരാരി, അങ്ങനെ ഒരു പാട്ട് അമ്മയുടെ കൂടെ പാടാൻ സാധിച്ചു. പിന്നെ ഒരു 2 ഗാനമേളയ്ക്കും എനിക്ക് കൂടെ പാടാൻ പറ്റി. ഇത്രയൊക്കെ മതി. കാരണം ഞാൻ കൂടുതലൊന്നും ആഗ്രഹിക്കുന്നില്ല. ജീവിതത്തിൽ ആയല്ലോ. കൂടെ പാടിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയാമല്ലോ. ശരത് സാർ. പാറു, എനിക്ക് കിട്ടിയ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ലെജൻഡിനെ കൊണ്ട് ഒരു 10 പാട്ടോളം പാടിക്കാൻ പറ്റി എനിക്ക്. അതെല്ലാം ആൽബങ്ങളായിപ്പോയി. ഫിലിമിൽ പാടിക്കാനും പറ്റിയില്ല അമ്മയെ കൊണ്ട്. അമ്മ ഞാനൊരു ആ പാട്ട് ഒരു ഇച്ചിരി മെനക്കേട് ആ പാട്ട്. അപ്പോൾ അത് അമ്മ വന്നിട്ട് പറഞ്ഞു അന്ത കാലായിരുന്നു അപ്പടി പാടിയിരുന്നേൻ, ഇപ്പം മുടിയില്ല. ഞാൻ പറഞ്ഞു അമ്മ എന്തോന്നമ്മ ഇത്, അമ്മ ഒറ്റയടിക്ക് പാടി തന്നു. അതൊന്നും അവിടെ നിന്ന് റീടേക്കിനെ പറ്റി നമുക്ക് അമ്മയായിട്ട് പറഞ്ഞാലേ ഉള്ളൂ, അല്ലാതെ നമുക്കെല്ലാം ഓക്കെയാണ്. ഒരു അസാധ്യ പാട്ടുകാർ. എനിക്കൊരു പാട്ട് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു ഓണം ആൽബത്തിൽ ആ അസാധ്യമായിട്ട് പാടിയൊക്കെ. അതും ആ ഒരു ശിങ്കാരവേലം പോരെ, വേറെ എന്തെങ്കിലും വേണോ? ജാനകിയമ്മയെന്ന് പറഞ്ഞാൽ അതിന് വരെ വേറെ ആരുമില്ലടാ. ആ ഒരു ഡൈനാമിക്സ് അങ്ങനെയുള്ള ഈ ഗായകരിലേക്ക് കൊണ്ടുവന്നത് ജാനകിയമ്മയാണ്. അതിനു മുമ്പൊന്നും ഇല്ല. സ്ട്രെയിറ്റായിട്ട് പാടുമെന്നുള്ള അല്ലാണ്ട് ഈ ഒരു ഇങ്ങനെയൊക്കെ ഈ ഡൈനാമിക്സിന് സ്കോപ്പ് ഉണ്ടെന്നുള്ളത് കാണിച്ചു തന്ന ഒരു മഹത് വ്യക്തിത്വമാണ് ജാനകിയമ്മ. അതുകൊണ്ട് നമുക്കിവിടെ എത്ര പാട്ടുകളാണ് പാടിയേക്കുന്നത്. അയ്യോ, ആലാപനം ദാസേട്ടൻ്റെ കൂടെ, അയ്യോ അത് അതുകൊണ്ടൊക്കെ തലേ വരുന്നു, പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു അസാധ്യ പാട്ടുകാർ. നമുക്ക് കിട്ടിയ ഒരു പുണ്യമാണ് ജാനകിയമ്മ എന്നേ ഞാൻ പറയത്തുള്ളൂ. ഷാനിക്ക, എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ ലെജൻസിൻ്റെ കൂടെ ഒന്ന് വർക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. നമ്മൾ വളരുന്ന സമയത്തൊക്കെ കേട്ടോണ്ടിരുന്നത് ഇവരൊക്കെ പാടിയ പാട്ടുകളാണ്. അപ്പോൾ അതിൽ നിന്നാണ് നമ്മുടെ ഉള്ളിലുള്ള ഏതെങ്കിലും ഒരു പിന്നെ ബ്രെയിൻ്റെ ഏതെങ്കിലും ഒരു അറ്റത്തൊരു മ്യൂസീഷ്യൻ എന്ന് പറയുന്നൊരു ചിപ്പുണ്ടെങ്കിൽ അത് ഓണായി, അത് ബിഗായി, അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് തുടങ്ങുന്നതൊക്കെ ചിലപ്പോൾ എല്ലാവരുടെയും പാട്ടുകൾ കേട്ടോണ്ടായിരിക്കണമല്ലോ. അപ്പോൾ അക്കൂട്ടിൽ ഡെഫിനറ്റ്ലി ജാനകിയമ്മയുടെ ഒരുപാട് പാട്ടുകളുണ്ട്. ഇതുപോലെ ഈ നേരിട്ട് കാണാനുള്ള ഭാഗ്യമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ എപ്പോഴും പറയുന്നത് പോലെ ഇവരാരും മരിക്കുന്നില്ല. ഇവർ ഇപ്പോഴും ഇവരുടെ സംഗീതത്തിലൂടെ ജീവിച്ചു പോകുന്നു. ചേച്ചി. സംഗീത ദേവത. ശരിക്കും ജാനകിയമ്മയുടെ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ അത്രേ മനസ്സിലേക്ക് വരുന്നുള്ളൂ. കാരണം ഇപ്പം MG സാറൊക്കെ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ അമ്മയോടൊപ്പം വർക്ക് ചെയ്യാനുള്ള ഭാഗ്യമൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ അമ്മയുടെ പാട്ട് നേരിട്ട് കേൾക്കാനും അമ്മയോടൊപ്പം പല വേദികളിൽ പാടാനുമുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മൾ പ്രോഗ്രാം ചെയ്യുമ്പോൾ അമ്മ മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്കൊരു വലിയ സന്തോഷമാണ്. കാരണം മുഖത്ത് എപ്പോഴും ആ ഒരു ചിരി ഉണ്ടാവും. എപ്പോഴും നമ്മൾക്കൊരു എൻകറേജ്മെൻറ്റ് പോലെ നമ്മളിരുന്ന് ആസ്വദിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. കാരണം നമ്മൾ അവരുടെ പാട്ടുകളൊക്കെ എടുത്ത് പാടുമ്പോൾ അവരുടെ മുഖത്തൊരു പുഞ്ചിരി കാണുമ്പോൾ നമുക്കും പാടാനൊരു സുഖമാണ്. അപ്പം അങ്ങനത്തെ കുഞ്ഞു എക്സ്പീരിയൻസസ് മാത്രമേ എനിക്ക് ജാനകിയമ്മയായിട്ടുള്ളൂ. പക്ഷെ എന്നാൽ ആസ് എ സിംഗർ നോക്കുമ്പോൾ ഞാൻ ഒരുപാട് സംഗീതം ഇപ്പോഴും പഠിക്കുന്ന അമ്മയിൽ നിന്നാണ്. കാരണം അമ്മയുടെ എക്സ്പ്രഷൻസ്, അമ്മ പാടുന്ന രീതി, അമ്മ വാക്കുകൾ ഉച്ചരിക്കുന്നത്, അമ്മയുടെ പല കാര്യങ്ങളും ഉണ്ട്. നമുക്ക് അമ്മയിൽ നിന്നും അമ്മ ഒരു ടെക്സ്റ്റ് ബുക്ക് പോലെയാണ്. നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പ്രഷൻസ് ഇപ്പം കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ എന്ത് തരം പാട്ടും അമ്മ വെറുതെ ഇങ്ങനെ നിന്നിട്ട് ലൈവ് ഷോസ് എത്രയോ റെക്കോർഡിങ്സ് വന്നിട്ടുണ്ട് അമ്മയുടെ. അപ്പോൾ നിന്നിട്ട് നമ്മളായിരിക്കും ഈ കണ്ണ് തുറക്കണം സ്വാമി, ഇതൊക്കെ എങ്ങനെയാണ് അമ്മ പാടുന്നത്? എക്സ്പ്രഷൻ ഇഞ്ചി ഇടുപ്പഴക, അതിലൊക്കെ കാത്ത് താമര, അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട്. ആ എക്സ്പ്രഷൻസ് എന്ത് തരം പാട്ട് കൊടുത്താലും ക്ലാസിക്കലാവട്ടെ വേഴ്സറ്റാലിറ്റിയുടെ ഒരു കൊടുമുടിയാണ്. നാഥാ നീ വരും കാലൊച്ച കേൾക്കുവാൻ കാതോർത്തിരിക്കുന്നു
താരകവീതിയിൽ നിൻമിഴി പക്ഷികൾ തൂവൽ